ശമ്പളം അക്കൗണ്ടിൽ വരുന്നു. 5-ാം തീയതി ആകുമ്പോഴേക്കും അത് എങ്ങോട്ട് പോയി എന്നൊരു പിടുത്തവുമില്ല. നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യവുമാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു നിസ്സാര പ്രശ്നമല്ല. നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ പതുക്കെ കാർന്നു തിന്നുന്ന 5 ശൈലികളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. സംഗതി ഗൗരവമാണ്. ഒരൊറ്റ നമ്പർ തെറ്റിയാൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റും. ആദ്യത്തെ കാര്യം പറയാം. പൈസ തികയുന്നില്ല എന്ന പരാതി. നമ്മൾ ഇതിനെ ഫിനാൻഷ്യൽ ഭാഷയിൽ പേ ചെക്ക് ടു പേ ചെക്ക് ലിവിംഗ് എന്ന് പറയും. അതായത് അടുത്ത മാസത്തെ ശമ്പളം വന്നാലേ ഈ മാസത്തെ ബാക്കി കാര്യങ്ങൾ നടക്കൂ എന്ന അവസ്ഥ. ഇതൊരു വലിയ ലാൻഡ് മൈനാണ്. ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. പലപ്പോഴും വരുമാനം കുറവായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, മറിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. വരുമാനത്തിന്റെ ഒരു 20% മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. നാളെ ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? ആലോചിക്കുമ്പോൾ തന്നെ പേടി വരുന്നില്ലേ? അവിടെയാണ് നമ്മൾ തോറ്റുപോകാറുള്ളത്. രണ്ടാമത്തെ വിഷയം ക്രെഡിറ്റ് കാർഡുകളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയൊരു സ്റ്റാറ്റസ് സിമ്പിളായി ഇത് മാറിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ നല്ലതാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ പലരും പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും കറണ്ട് ബില്ല് അടയ്ക്കാനും ഒക്കെ ക്രെഡിറ്റ് കാർഡ് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടോ മാസം അവസാനം മിനിമം ഡ്യൂ മാത്രം അടയ്ക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കി തുകയ്ക്ക് മേൽ ബാങ്ക് ഈടാക്കുന്നത് 30 മുതൽ 40% വരെ പലിശയാണ്. ഇതൊരു വലിയ കെണിയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഭാവിയിലെ വരുമാനം പലിശയായി ബാങ്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് മാറ്റിയെടുക്കണം. ലിക്വിഡ് ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണോ കാർഡ് എടുക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം. ഉത്തരം അതെ എന്നാണെങ്കിൽ നമ്മൾ കടക്കണിയിലേക്ക് നടന്നു കയറുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതാണ് മിക്കവാറും മലയാളി കുടുംബങ്ങളുടെ ഉറക്കം കളയുന്നത്: നമ്മുടെ EMI. വീട്, കാറ്, പേഴ്സണൽ ലോൺ, പിന്നെ ലേറ്റസ്റ്റ് ഫോൺ എടുക്കാൻ ഒരു ലോൺ. അങ്ങനെ EMIകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാകും. ശമ്പളത്തിന്റെ 30% കൂടുതൽ EMIയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സംഗതി കൈവിട്ടു പോയി എന്ന് തന്നെ കരുതാം. 40% കടന്നാൽ പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നത് ബാങ്കിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. ചിലർ സോഷ്യൽ പ്രഷർ കാരണം വീട് വലുതാക്കാനോ പുതിയ വണ്ടി എടുക്കാനോ ഒക്കെ തോന്നും. പക്ഷെ വരുമാനം കണ്ടിട്ട് വേണം നമ്മൾ ഇതിലേക്കൊക്കെ കാലെടുത്ത് വെക്കാൻ. ഒരൊറ്റ മാസം ശമ്പളം മുടങ്ങിയാൽ തകർന്നു പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറക്കരുത്. നമ്മൾ മിസ് ചെയ്യുന്നത് ഇതാണ്: ഒരു എമർജൻസി ഫണ്ട്. ഇതൊരു ഫോർമുല പോലെ ഓർത്ത് വെക്കണം. ചുരുങ്ങിയത് നമ്മുടെ 6 മാസത്തെ ചിലവുകൾക്കുള്ള പൈസ എവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കണം. നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപ സേവിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് ലിക്വിഡ് ആയിരിക്കണം. സ്വർണമായോ സ്ഥലമായോ കിടന്നിട്ട് കാര്യമില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റണം. ഇതില്ലാത്തത് കൊണ്ടാണ് പലരും ബ്ലേഡ് പലിശക്കാരും പേഴ്സണൽ ലോണുകളെയും ഒക്കെ ആശ്രയിക്കുന്നത്. അതാകട്ടെ നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ മൊത്തം നശിപ്പിക്കുകയും ചെയ്യും. സംഗതി നിസ്സാരമല്ല. ഇത് ഇന്ന് തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒന്നാണ്. അവസാനത്തെ കാര്യം റിട്ടയർമെന്റ് ആണ്. അതൊക്കെ നോക്കാം, ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പലരും റിട്ടയർമെന്റിനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും ലാഭമാണ്. കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട്. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷമുള്ള 20 അല്ലെങ്കിൽ 25 വർഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? മക്കളെ ഡിപ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത് പണ്ടത്തെ കാലം പോലെ നടക്കണമെന്നില്ല. ഇപ്പോൾ മുതൽ ചെറിയ രീതിയിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം എന്നൊരു സാധനം ഇപ്പോൾ ഉണ്ട്. ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 20 വർഷം കഴിയുമ്പോൾ 300 രൂപ കൊടുത്താലൊക്കെ കിട്ടുള്ളൂ. ഇത് മുന്നിൽ കണ്ടുള്ള പ്ലാനിങ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഇനി ഞാൻ പറയുന്ന ആലോചിച്ച് നോക്കണം. ഈ 5 കാര്യങ്ങളും നമ്മളൊന്ന് റീസെറ്റ് ചെയ്താൽ നമ്മുടെ ലൈഫ് എത്ര സമാധാനമുള്ളതാകും. പൈസ ഉണ്ടാക്കുക എന്നതിനേക്കാൾ പ്രധാനം ഉള്ള പൈസ ശരിയായി മാനേജ് ചെയ്യുക എന്നതാണ്. അടുത്ത 12 മാസം കൊണ്ട് ഈ 5 ശീലങ്ങളും ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കിയാലോ? ആദ്യം കടങ്ങൾ കുറയ്ക്കാം, പിന്നെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം, പതുക്കെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം. ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമൊക്കെ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും ഇത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.